പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് ഒരു 7 ആയത്തുകളാണ് പഠിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ നമ്മളിപ്പോൾ സാധാരണ സ്ഥിരമായി ഓതാറുണ്ട്. ആയത്തുൽ കുർസി നമ്മൾ ഓതാറുണ്ട്. അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ സ്ഥിരമായി ഓതാറുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മൾ ലൗ അൻസൽനാ ഹാദൽ ഖുർആന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്തുകൾ അത് നമ്മൾ ഓതാറുണ്ട്. അപ്പോൾ അതുപോലെ ചില സൂറത്തുകൾ നമ്മൾ സൂറത്ത് യാസീൻ ഉൾപ്പെടെ പല സൂറത്തുകളും നമ്മൾ സ്ഥിരമായി ഓതാറുണ്ട്. അതിനൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഓതിയിട്ടില്ല എന്ന് തന്നെ പറയാം, ഓതിയിട്ടില്ലാത്ത സ്ഥിരമായി ഓതാത്ത ഒരു 7 ആയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് മഹത്തുക്കൾ ഇതിന് പ്രതിഫലമായി പറഞ്ഞത് എന്തെന്നറിയോ? ഒരു മനുഷ്യന് എന്തൊക്കെ മുസീബത്തുകൾ ജീവിതത്തിൽ ഉണ്ടാകുമോ അതൊക്കെ തട്ടിമാറ്റപ്പെടുമെന്നാണ്. മാത്രമല്ല, ഇനി എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ അത് ഉടൻ തന്നെ അല്ലാഹു തആല അത് അവനിൽ നിന്നും മാറ്റിക്കൊടുക്കുന്നതാണ്. എത്രത്തോളം ഒരു മഹാൻ പറഞ്ഞത്, ആകാശം ഇടിഞ്ഞു വീണാലും അവനിക്കൊരു പോറൽ പോലും ഉണ്ടാവില്ല. അത്രമാത്രം അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ മലക്കുകൾ മുഖേന നമുക്ക് കിട്ടും ഈ 7 ആയത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്താൽ. അപ്പൊ ഏതൊക്കെയാണ് ആയത്തുകൾ, ഏതൊക്കെ സൂറത്തിലാണ് ആയത്തുകൾ ഉള്ളത്, ആ ആയത്തുകളുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടാലോ? ഇത് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാൻ എൻ്റെ ഉമ്മമാര് മറന്നു പോവണ്ട. കൂടുതൽ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിൽ കേൾക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നമുക്ക് ഖൈറിന്റെ, സലാമത്തിന്റെ, ഒരു ബറക്കത്തുള്ള നല്ല ദിവസമാക്കി ഇനിയുള്ള ദിവസങ്ങളും അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ നിരവധി വിഷമ പ്രയാസങ്ങൾ പറഞ്ഞ്, രോഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, അതുപോലെ തന്നെ ഒരുപാട് ഹലാലായ മുറാദുകളൊക്കെ ഹാസിലായി കിട്ടാനുണ്ട്, ഉസ്താദ് ദുആരക്കണം എന്നൊക്കെ പറഞ്ഞ നിരവധി ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ ഓതുന്നു, ദിക്റുകൾ പറയുന്നു, തസ്ബീഹുകൾ പറയുന്നു. പല സഹോദരിമാരൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ സഹോദരന്മാരൊക്കെ ഫോണിൽ വിളിച്ചിങ്ങനെ ചോദിക്കും, ഉസ്താദേ വിഷമമാണ്, സങ്കടമാണ്, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓതണോ? സ്ഥിരമായിട്ട് എന്തെങ്കിലും ഓതിയാൽ ഞങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറും. അപ്പോൾ എന്താണ് ഓതേണ്ടത്? അപ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ സൂറത്ത് യാസീൻ ഓതുക, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതുക, അല്ലെങ്കിൽ എന്താണ് ഇസ്തിഗ്ഫാർ രാവിലെയും വൈകിട്ടും ഒക്കെ പറയുക എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തിരിച്ചു പറയും, ഇതൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഇതൊക്കെ ഞങ്ങൾ ഓതാറുണ്ടെന്ന് പറയും. അപ്പൊ നമ്മളെല്ലാവരും വിശുദ്ധമായ ഖുർആൻ ഓതുന്നു, സ്വലാത്തുകൾ പറയുന്നു, ദിക്റുകൾ, തസ്ബീഹുകളൊക്കെ പറയുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മളിതൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ പ്രയാസങ്ങളൊന്നും അങ്ങോട്ട് മാറുന്നില്ല അല്ലെ? ഒരുപാട് ദിക്ർ ചൊല്ലുന്നുണ്ട്, ഒരുപാട് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നുണ്ട്, സ്വലാത്തുകൾ പറയുന്നുണ്ട്. പക്ഷെ ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ആ ദിക്റിന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ആ ഖുർആൻ ആയത്തിന്റെ പ്രശ്നമല്ല, അത് ചൊല്ലുന്ന നമ്മുടെയൊക്കെ പ്രശ്നമാണ്. നമ്മൾ ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചൊല്ലിയേക്കാം, ഉസ്താദ് പറഞ്ഞതല്ലേ ചൊല്ലിയേക്കാം, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഉസ്താദ് വീഡിയോയിൽ പറഞ്ഞു കുറച്ച് ആയത്ത് ഓതാൻ, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതാൻ, അല്ലെങ്കിൽ കുറച്ച് ദിക്ർ ചൊല്ലാൻ, അതുകൊണ്ട് ചൊല്ലിയേക്കാം, അങ്ങനെയല്ല. ഇത് ചൊല്ലുമ്പോൾ എന്തൊക്കെ നേട്ടമുണ്ടോ അത് എനിക്ക് കിട്ടണം, ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും എനിക്ക് വലിയൊരു സമാധാനം കിട്ടണം, എനിക്ക് വലിയൊരു സന്തോഷം കിട്ടണം എന്ന നിയ്യത്തോടു കൂടി വേണം ചൊല്ലാൻ. അല്ലാതെ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് ചൊല്ലുന്നു, അങ്ങനെയല്ല. ഉസ്താദ് ഇപ്പൊ പറയും, അപ്പോൾ അത് ചില ആൾക്കാർ കേൾക്കും, ചില ആൾക്കാർ കേൾക്കില്ല. അപ്പൊ ഉസ്താദിന്റെ പറച്ചിലല്ല, മറിച്ച് ഇത് എൻ്റെ ജീവിതത്തിൽ ഇതിന് ഗുണമുണ്ടാവണം, ഉസ്താദിനെ ബോധിപ്പിക്കാൻ വേണ്ടി, അല്ലെ ഉസ്താദ് പറഞ്ഞല്ലേ ചുമ്മാ ചെയ്തേക്കാം, അങ്ങനെയല്ല. ഇത് ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറണം, എൻ്റെ രോഗങ്ങൾ മാറണം, ആ ഒരു രൂപത്തിൽ വേണം ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലത്ത് നമ്മൾ എന്ത് ഇവിടെ ചൊല്ലാൻ പറഞ്ഞാലും അത് ചൊല്ലേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഒരു 7 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 7 ആയത്തുകൾ ഇത് നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളാണ്. ഈ ആയത്തുകളെ പറ്റി പറയുന്നത് മഹാനായ കഅബ് ബിൻ അഖ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ആകാശം വന്ന് ഭൂമിക്ക് മുകളിൽ വീണാൽ രക്ഷ കിട്ടുന്ന, സലാമത്ത് കിട്ടുന്ന 7 ആയത്തുകൾ എന്നാണ്. അതായത് ഇപ്പൊ ആകാശം ഇടിഞ്ഞു വീണു, നമ്മൾ എല്ലാവരും മരിച്ചു, നമ്മൾ മാത്രം ജീവിച്ചിരിക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഒരുപാട് അപകടങ്ങളെ തൊട്ടും നമുക്കറിയില്ല അടുത്ത നിമിഷം എന്തായിരിക്കും സംഭവിക്കാമെന്ന് അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ഈ ക്ലാസ് ഒരു 20 മിനിറ്റോ 19 മിനിറ്റോ 15 മിനിറ്റോ ഞാൻ പറഞ്ഞു തീർക്കും എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയി കാണും അല്ലെ? പക്ഷെ ഇതെനിക്കൊരു 15 മിനിറ്റ് പറയാൻ പറ്റുമോ, ഒരു 20 മിനിറ്റ് പറയാൻ പറ്റുമോ, എനിക്കറിയില്ല. ഞാനിപ്പോ ഈ ക്ലാസ് മുഴുകിപ്പിക്കുമോ,
തീർക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമോ, ഞാൻ എൻ്റെ പള്ളിയിലേക്ക് എത്തുമോ ഒന്നും അറിയില്ല. നിങ്ങൾ ഈ ക്ലാസ് ഇത് പൂർണ്ണമായിട്ടും കേട്ടു തീരുമോ, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാ അല്ലാഹു തആല ഒരുപാട് പേര് പുതിയ വാഹനം എടുത്തു, ഉസ്താദ് അതിൽ ഖൈറുണ്ടാവാൻ ദുആരക്കണമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ ബറക്കത്ത് തരട്ടെ. ഒരു മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന നിഅമത്തിൽപ്പെട്ട ഒന്നാണ് നല്ലൊരു വാഹനം. അതൊരു ചെറിയ സൈക്കിൾ ആണെങ്കിലും ഒരു ബൈക്ക് ആണെങ്കിലും ഒരു സ്കൂട്ടർ ആണെങ്കിലും ഒരു കാർ ആണെങ്കിലും അതൊക്കെ വലിയ നിഅമത്താണ്. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ അധികരിപ്പിച്ചു തരുമാറാവട്ടെ, ബറക്കത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത്, ഒരു അപകടം നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കാതെ പോകണം. അതിന് പറ്റിയ 7 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. മാത്രമല്ല ഈ ആയത്തുകളെ പറ്റി ഒരുപാട് മഹാന്മാര് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അല്ലാമ ഷിർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ ഖറഅഹ അൽ ആയാതി ഔ ഹമലഹ. ഒരു മനുഷ്യൻ, ഇനി നമ്മൾ ഓതാൻ പോകുന്ന, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന 7 ആയത്തുകളുണ്ട്. ഈ 7 ആയത്തുകൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വൈകിട്ട് സമയത്ത് ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഔ ഹമലഹ, അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് അവൻ ചുമന്നാൽ, എങ്ങനെ, അവന്റെ പോക്കറ്റിലിട്ടാൽ, അല്ലെങ്കിൽ എന്താണ് അവന്റെ പേഴ്സിൽ സൂക്ഷിച്ചാൽ, ലൗ നസലൽ അദാബ് മിസ്ലു ജബൽ ഉഹദിൻ ലറഫഅഹു ബിബർക്കതിഹി. അതായത് 7 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഉഹദ് പർവ്വതത്തോളം മലയോളം പ്രയാസങ്ങൾ അവന്റെ അടുക്കലേക്ക് വന്നാലും അല്ലെങ്കിൽ അവനക്ക് ഇറക്കപ്പെട്ടാലും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അത് അവനെ ബാധിക്കില്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. മഹാനായ അലിയാർ തങ്ങൾ പറയുന്നു, ഒരാൾ ഈ ആയത്തുകൾ വിറുതാക്കിയാൽ, എല്ലാ ദിവസവും, വിറുതെന്ന് പറഞ്ഞാൽ നിത്യമായി ചൊല്ലുന്ന ഒരു കാര്യത്തിനാണ് വിറുത് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാറുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഓതണം, അത് എല്ലാ ദിവസവും ഓതണം. എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം, ആയത്തുൽ കുർസി ഓതണം. അത് ഭയങ്കര ബെനിഫിറ്റാണ്, നമുക്കൊരു പിടിവള്ളിയാണത്. ഏത് സമയത്തും നമുക്കൊരു കാവലുണ്ടാകും. ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി നിത്യമാക്കണേ. പ്രത്യേകിച്ച് എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട് നമ്മുടെ നെഞ്ചിൽ ഊതൽ പ്രത്യേകം നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ വിറുതാക്കി കഴിഞ്ഞാൽ, സ്വബാഹൻ ഔ മസാഅൻ, രാവിലെയും വൈകിട്ടുമെന്നാണ്. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ആയത്ത് ഓരോ പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടോ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടോ ഈ 7 ആയത്തുകൾ ഒരു വട്ടമെങ്കിലും ഓതിയാൽ അമീന മിന്നൽ ആഫാത്തി സമാൻ, ആ കാലത്ത് എന്തൊക്കെ പ്രയാസമുണ്ടോ. ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കൊറോണ കാലത്താണ് അല്ലെ. കൊറോണ എന്ന് പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞു പോയി, ഇപ്പൊ ഒരു 5-6 വർഷം കഴിഞ്ഞല്ലോ കൊറോണയുടെ ആ ഒരു സീസൺ കഴിഞ്ഞിട്ട്. ഒരു പക്ഷെ ഇനിയും വന്നേക്കാം, പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഒമിക്രോൺ എന്ന് പറഞ്ഞ് ചില അസുഖങ്ങൾ അതും വന്നേക്കാം. നിപ്പ പല സ്ഥലത്തും വന്നിരുന്നു, ഇനിയും വന്നേക്കാം. അപ്പോൾ മുൻകാലങ്ങളിൽ ഇല്ലാത്ത പല അസുഖങ്ങളും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പനി പോലെയാണ് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്നത്. അപ്പോൾ ഓരോ കാലത്തും ഉള്ള വൈറസുകൾ, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നെല്ലാമുള്ള വലിയ കാവൽ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ട് ഒക്കെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും. എത്രത്തോളം കടങ്ങളുള്ളവർ ഈ ആയത്തുകൾ സ്ഥിരമായി ഓതിയാൽ കടം വീടാനുള്ള എളുപ്പവഴി അവനറിയാതെ അള്ളാഹു താല അവനിക്ക് തുറന്നു കൊടുക്കുമെന്നൊക്കെ ഒരുപാട് മഹത്തുക്കൾ ഈ 7 ആയത്തിന്റെ പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എന്ത് ചെയ്യണം, ഒരു പേപ്പർ എടുത്തിട്ട്, ഉപ്പമാർ ഒരു പേപ്പർ, പറ്റുമെങ്കിൽ ഒരു പേപ്പറോ നമ്മുടെ ബുക്കുണ്ടല്ലോ ആ ബുക്കിലേക്ക് ഒരു നല്ലൊരു പേജ്, പുതിയ പേജ് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എഴുതുക. രാവിലെയും വൈകിട്ടും ഓതൽ നിത്യമാക്കേണ്ട ആയത്തുകൾ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അടിയിൽ വരക്കുക. എന്നിട്ട് 1-ാമത്തെ ആയത്ത് സൂറത്തു സുമർ. സൂറത്തു സുമർ 39-ാമത്തെ സൂറത്താണ്. ആ സൂറത്തു സുമറിന്റെ 38-ാമത്തെ ആയത്ത് അങ്ങനെ എഴുതുക. സൂറത്തു സുമർ 38-ാമത്തെ ആയത്ത്. ആ 38-ാമത്തെ ആയത്ത് ഒരു അല്പം വലിയ ആയത്താണ്. ആ ആയത്ത് മൊത്തം ഓതണ്ട. ആ ആയത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു വാചകം, ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഇത്രേ ഉള്ളൂ, ചെറിയൊരു ആയത്താണ്. അത് ആയത്ത് മൊത്തം 38-ാമത്തെ ആയത്ത് മൊത്തം വലിയ ആയത്താണ്. പക്ഷെ അതിന്റെ അവസാനത്തെ വരി നമ്മൾ ഓതിയാൽ മതി. അപ്പൊ 1-ാമത് സൂറത്തു സുമർ. സൂറത്തു സുമറിന്റെ 38-ാമത്തെ ആയത്താണ്. ആ ആയത്തിന്റെ അവസാനത്തെ വാചകം ഏതാണ്? ഖുൽ, നബിയെ താങ്കൾ പറയുക, ഹസ്ബി അല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. പറയുക, എനിക്ക് അല്ലാഹു മതി,
അവന്റെ മേലാകുന്നു ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നത്. എൻ്റെ കച്ചവടമാവട്ടെ, എൻ്റെ രോഗമാവട്ടെ, എൻ്റെ കുടുംബമാവട്ടെ, എൻ്റെ മക്കളാവട്ടെ, എൻ്റെ വീടാവട്ടെ, എല്ലാം അല്ലാഹുവേ നിന്നിലേക്ക് ഞാനിതാ ഭരമേൽപ്പിക്കുന്നവനാണ്. നീയാകുന്നു അല്ലാഹുവേ ഭരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഖൈറായ ആള് നീയാൻ. ഇതാണ് ഏകദേശം അതിന്റെ അർത്ഥം. അപ്പൊ സൂറത്ത് സുമറിന്റെ 38-ാമത്തെ ആയത്ത്, ആ 38-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ വാചകം ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത് പഠിച്ചു വെച്ചോ. സൂറത്തുൽ ഖലം, അതായത് 68-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖലം. സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത്, 51-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത് ഏതാണത്? وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. ഈ ഓരോ ആയത്ത് ഓതുമ്പോഴും ബിസ്മി പറഞ്ഞിട്ട് വേണം കേട്ടോ ഓതാൻ. ബിസ്മി പറഞ്ഞിട്ട് വേണം ഓതാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്ർ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. നബിതങ്ങൾക്കൊരു ആശ്വാസമായിട്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങളാണ്. നബിയെ, സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ, ഈ വിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവർ കണ്ണുകൊണ്ട് നോക്കിയിട്ട് താങ്കൾ ഇടറിയൊന്നും വീഴണ്ട. അവരിങ്ങനെ പേടിപ്പിക്കും, പല കാര്യങ്ങളൊക്കെ പറയും. അതൊന്നും കേട്ടിട്ട് നബിയെ താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ സങ്കടപ്പെടേണ്ട, താങ്കളുടെ കൂടെ അള്ളാഹു ഉണ്ട്. ഏകദേശം ആ ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. അപ്പൊ ഈ വിശുദ്ധമായ സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത്, ഈ ആയത്ത് പഴയ ഉസ്താദുമാരുണ്ടല്ലോ, അവരൊക്കെ ഈ കുട്ടികളെയൊക്കെ മന്ത്രിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർ ഓതുന്ന ആയത്താണിത്. അപ്പൊ ഈ ആയത്തിന് നമ്മൾ അറിയാത്ത ഒരുപാട് നേട്ടങ്ങളും ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ആയത്തും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും പതിവാക്കുക. അപ്പോൾ ഒന്നാമത്തേത് സൂറത്തു സുമറിന്റെ 38-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ വരി. രണ്ടാമത്തേത് സൂറത്തുൽ ഖലം. സൂറത്തുൽ ഖലം എന്ന് പറഞ്ഞാൽ 68-ാമത്തെ സൂറത്താണ്. ആ സൂറത്തിന്റെ 51-ാമത്തെ ആയത്ത്. ഇനി മൂന്നാമത്തേത് സൂറത്ത് അൻകബൂത്ത്, 29-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻകബൂത്ത്. ആ അൻകബൂത്ത് സൂറത്തിന്റെ 60-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَكَأَيٍّ مِّن دَابَّةٍ لَا تَحْمِلُ رِزْقَهَا اللَّهُ يَرْزُقُهَا وَإِيَّاكُمْ وَهُوَ السَّمِيعُ الْعَلِيمُ. ഇതാണ് 60-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻകബൂത്തിന്റെ 60-ാമത്തെ ആയത്ത്. അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയോ ജീവികളുണ്ട്. ചില ജീവികളുണ്ട്, ഈ കാക്ക, ഇപ്പൊ നമ്മൾ പക്ഷികളൊക്കെ എടുത്തു നോക്കിയാൽ അവകൾ ഒരിക്കലും നാളത്തേക്ക് കഴിക്കാൻ വേണ്ടി അരിയോ ചോറോ എടുത്തു വെക്കാറുണ്ടോ? ഇല്ല, അല്ലേ? ഇപ്പൊ നമ്മൾ എടുത്തു വെക്കാറുണ്ട്. രാത്രി ബാക്കി വന്ന ചോറ് എന്ത് ചെയ്യും? നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്തിനാണ്? നമുക്ക് പിറ്റേന്ന് ഉപയോഗിക്കാൻ വേണ്ടി. എന്നാൽ ഈ പക്ഷികളുണ്ട്, പക്ഷികൾ, മൃഗങ്ങൾ, ആട്, പശു, അതൊക്കെ കുറച്ച് കാടിവെള്ളം കുടിക്കും, കുറച്ച് പുല്ല് തിന്നും, ബാക്കി നാളെ തിന്നാന്ന് പറഞ്ഞത് മാറ്റിവെക്കൊന്നുമില്ല. അവകളെ ഒരു തവക്കുലാണ്. ഇൻഷാ അല്ലാഹ് നാളത്തെ ഫുഡ് എനിക്ക് നാളെ പടച്ചോൻ തരും. അങ്ങനെ, അതായത് സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയോ ജീവികളുണ്ട്. അള്ളാഹ് പറയുന്നു, അള്ളാഹുവാണ് നാളത്തേക്ക് ഉപജീവനം മാറ്റിവെക്കാത്ത ജീവികൾ. അതായത് പശു, ആട്, എരുമ, പോത്ത്, അതുപോലെ കാക്ക, പൂച്ച, അതൊക്കെ അവക്കും, അതുപോലെ തന്നെ നാളത്തേക്ക് കരുതി വെക്കുന്ന മനുഷ്യൻ. നമ്മൾ നാളത്തേക്ക് ചോറ് അല്ലെങ്കിൽ അരി ഇപ്പോഴേ ഇട്ട് വെക്കും, അല്ലെങ്കിൽ എന്താണ് കടല കറി വെക്കാൻ വേണ്ടി കടല തലേന്ന് വെള്ളത്തിട്ട് വെക്കും, അല്ലെങ്കിൽ എന്താണ് ഈ ഇഡിരിക്കോ അപ്പത്തിനൊക്കെ നമ്മൾ അരച്ചു വെക്കും. എന്തിനാ? നാളത്തേക്ക്. അതുപോലെ മനുഷ്യനെ പോലെ തന്നെ ഉറുമ്പുകൾ ഫുഡ് സൂക്ഷിച്ചു വെക്കുമെന്നാണ്. അപ്പോൾ നാളത്തേക്ക് ഫുഡുകൾ സൂക്ഷിച്ചു വെക്കുന്ന ജീവികളുണ്ട്, സൂക്ഷിച്ചു വെക്കാത്ത ജീവികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപജീവനം തരുന്നത്, ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ. അപ്പൊ ഈ സൂറത്തുൽ അൻകബൂത്തിന്റെ ആയത്ത് അത് മറന്നു പോവണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിം മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. അതാണ് കേട്ടോ. അപ്പൊ സൂറത്തുൽ അൻകബൂത്തിന്റെ ആയത്ത്. ഇനി അടുത്തത് നാലാമത്തേത് സൂറത്തുൽ ഹൂദ്. 11-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹൂദ്. സൂറത്തുൽ ഹൂദിന്റെ 56-ാമത്തെ ആയത്ത് ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം.
സൂറത്തുൽ ഹൂദിന്റെ എഴുതി വെക്കട്ടാ, സൂറത്തുൽ ഹൂദ് 56-ാമത്തെ ആയത്ത്. എന്നിട്ട് ആ ആയത്ത് പതിയെ എഴുതി വെക്കുക. അല്ലെങ്കിൽ ആയത്ത് നിങ്ങൾ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സൗകര്യം പോലെ എടുത്തു വെക്കാം. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കുകയാണ്, യാതൊരു ജന്തുവും അവന്റെ നെറുകയിൽ പിടിക്കുന്ന, അതായത് യാതൊരു, ഇപ്പോൾ മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ മറ്റ് ജീവികളാവട്ടെ, ഏത് ജീവിയാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് ഉപദ്രവിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇപ്പൊ ഒരു ഉറുമ്പ് കടിച്ചു, അത് ഉറുമ്പ് സ്വന്തം ഇഷ്ടപ്രകാരം കടിക്കുകയല്ല, അള്ള പറഞ്ഞു കടിക്കല, അതുകൊണ്ട് കടിക്കുന്നു. ഒരു പാമ്പ് കൊത്തി, ആ പാമ്പ് സ്വന്തം ഇഷ്ടപ്രകാരം കൊത്തുകയല്ല, അള്ള പറഞ്ഞിട്ട് കൊത്തുന്നതാണ്. അപ്പൊ എല്ലാ വസ്തുക്കളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ ഉപകാരം ചെയ്യുന്നതൊക്കെ അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. തീർച്ചയായും എന്റെ രക്ഷിതാവ് നേരായ പാതയിലാണ്. ഈ ഒരു ആയത്ത് ഇത് വല്ലാത്തൊരു ആയത്താണ്. അത് അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു ആയത്താണ്. സൂറത്തുൽ ഹൂദിന്റെ 56-ാമത്തെ ആയത്ത് കേട്ടോ. ഇനി 5-ാമത്തേത് സൂറത്തുൽ ബഖറ, അവസാനത്തെ 2 ആയത്തുകൾ. ഈ 2 ആയത്ത് നമുക്കറിയാം. ഏതാണത്? ആമന റസൂലു അല്ലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലി വഖാലൂ സമീഅനാ വ അതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത് ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. നമ്മൾ പറയുന്ന 7 ആയത്തുകൾ 5-ാമത്തെ ആയത്ത് ഇതാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, അതായത് ആമന റസൂൽ. അതിന്റെ അർത്ഥം, അതിന്റെ ശ്രേഷ്ഠതയൊക്കെ സെപ്പറേറ്റ് ആയി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. ഇനി 6-ാമത്തെ ആയത്ത് സൂറത്തു തൗബ. സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഏതൊക്കെയാണത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ആയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്നതാണ്, നമുക്കറിയാം. ഇനി 7-ാമത്തെ ആയത്ത് ഏതാണ്? സൂറത്തു തൗബ. സൂറത്തു തൗബയുടെ തന്നെ 51-ാമത്തെ ആയത്ത്. സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്ത് ഏതാണത്? ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നബിയെ പറയുക, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കൂല, അവനാണ് ഞങ്ങളുടെ യജമാനൻ, അല്ലാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. അപ്പൊ സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്ത്. മൊത്തം 7 ആയത്തുകൾ. ഇതല്ലാത്ത ആയത്തുൽ കുർസി ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ലൗ അൻസൽന അല്ലെ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ആയത്താണ്. അതൊക്കെ ഓതുന്നതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ച് നൽകിയ ഈ 7 ആയത്തുകളും ഇൻഷാ അള്ളാഹ് ഓതിയാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമുക്കൊന്നും പറ്റൂല. അതായത് എല്ലാ ഉപദ്രവത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹു താല തരുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഈ 7 ആയത്തുകൾ ഒരു പേപ്പറിലേക്ക് എഴുതിയോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചോ നിങ്ങൾ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു താല ഇത് പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും ഇത് സ്ഥിരമായി കൊണ്ടുപോകാനുള്ള മഹാസൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. അള്ളാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും ബറക്കത്തും ഇസ്സത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടുള്ള കാവലും അള്ളാഹു തആല കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഖൈറിലായിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. അള്ളാഹു തആല നമ്മുടെ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.